ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാൽ സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നമ്മളത് പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ രാജ്യത്ത് എൻ്റെ ദൈവം യുദ്ധമൊക്കെ പെട്ടെന്ന് നിന്ന് പോട്ടെ കേട്ടോ. നമുക്കൊരു ഇനിയൊരു പ്ലെയിനിൽ കയറാൻ പോലും സമാധാനമുണ്ട്, എപ്പോഴും സമാധാനം. പിന്നെ പട്ടാളക്കാർ, അവർക്കും കുടുംബവും മക്കളും ഒക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒന്നും അത് ആലോചിക്കണില്ല. ദൈവമേ, അവരുടെയൊക്കെ വീട്ടിൽ എന്തായിരിക്കുമല്ലേ ചങ്കുപൊട്ടൽ. അപ്പോൾ അവരെയൊക്കെ സമർപ്പിച്ച് നമ്മൾ സമാധാനത്തിൻ്റെ യേശുവെ വേഗത്തിൽ പിശാചിനെ കാലിൻ്റെ ചുവട്ടിലിട്ട് ചവിട്ടി മതിക്കണേ. ആമേൻ ആമേൻ. സമാധാനം ഇന്ത്യയിൽ വാഴട്ടെ. നമ്മുടെ ഇന്ത്യ 2030 ആകുമ്പോൾ ലോകത്തിൽ വലിയ വൻ ശക്തിയാവും എന്ന് പറഞ്ഞപ്പോൾ ഈ യുദ്ധത്തിൽ യുദ്ധം എവിടെ വന്നാലും നമുക്ക് നഷ്ടമുള്ളൂ. നമ്മളിപ്പോൾ പാകിസ്ഥാനി ആയാലും എങ്ങോട്ടായാലും ഇപ്പം അവർക്കുമൊക്കെ നല്ല ബുദ്ധി തോന്നട്ടെ, സമാധാനം വാഴട്ടെ. നമുക്ക് യുദ്ധമൊന്നും വേണ്ട. നിരപരാധികളൊക്കെ ഒന്നും പെട്ടെന്ന് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കട്ടെ. നമുക്കെതിരായിട്ട് പാകിസ്ഥാനും യേശുവിൻ്റെ നാമത്തിൽ ഒന്നും ചെയ്യാതിരിക്കട്ടെ. യോഹന്നാൻ 16:13 സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ മാത്രം ഒരു മനുഷ്യന് ജീവനുള്ളൂ. എപ്പോഴും ഓർക്കണം കേട്ടോ, നമ്മൾ മരിച്ചവർ എന്ന് പറഞ്ഞ മനുഷ്യരുടെ ഗണത്തിൽപ്പെടാണ്ട് ദൈവ ആത്മാവ് വസിക്കുന്ന വിശുദ്ധ മന്ദിരങ്ങളാണ് എൻ്റെ വലിയ കൊതിയാട്ടോ. ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ച് ഞാൻ ദൈവത്തിൻ്റെ വാമൊഴിയാണ് പറയണതൊക്കെ ഇങ്ങനെ ഇപ്പോഴും ദൈവത്തിൻ്റെ വായി പറഞ്ഞേക്കണ വചനമാണ് പറയണേ. ഇതൊന്നും പോരാ. ആത്മാവ് നിറഞ്ഞ ലോകപ്രശസ്ത സുവിശേഷക്കാരിയാകാൻ എൻ്റെ വലിയ ആഗ്രഹമാട്ടോ. എൻ്റെ എല്ലാ ആഗ്രഹവും ഈശ്വരനെ സാധിച്ചിരാറുണ്ട്. ഇതിങ്ങനെ ഞാൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, നീ അതിനെ ബൈബിള് വായിക്കുക, അപ്പം നിന്നെ അങ്ങനെ എത്തിക്കാൻ. ബൈബിള് വായിക്കാൻ പറ്റൂല കേട്ടോ, അതൊക്കെയാണ് കുഴപ്പം. ബൈബിള് വായിക്കണം. നമ്മൾ യേശുവിനോട് വർത്താനം പറഞ്ഞിട്ട് തിരിച്ച് നമ്മളോട് പറയണത് ബൈബിളിൽ കേൾക്കണ്ടേ. അപ്പം ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ റണ്ണിങ് മെറ്റീരിയലില്ല. അപ്പോൾ വേറൊരു കാര്യം പറയട്ടെ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും അതുപോലെ കേട്ടോ. സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്തവർക്കാണോ എന്നൊക്കെ നോക്കി. അപ്പം രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇങ്ങനെ ആ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കുള്ള ഡയമണ്ട് റിങ് 10-ാം തീയതി ആട്ടോ ഞങ്ങൾക്കിടപ്പം. അപ്പോൾ 10-ാം തീയതി വരെ നിങ്ങൾക്ക് അതിന് അവസരമുണ്ട്. പിന്നെ ഇതിലായാലും ഇത് 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുണ്ട്. അതൊക്കെ തിരക്ക് കാരണമായിട്ട് എടുക്കാം. ഈ മാസത്തിന് മുമ്പ് കഴിഞ്ഞ മാസത്തെ എടുക്കാം. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ റണ്ണിങ് മെറ്റീരിയലിൻ്റെ ആട്ടോ. ഇത് കണ്ടോ, ഒറിജിനൽ ക്രേപ്പാട്ടോ. ഇത് കൊണ്ടേ കഴുകിയാൽ ചുരുങ്ങും. ഡ്രൈ വാഷ് ചെയ്യണേ. എത്രയാണ് ഇതിന്? 460. നല്ല ഡ്രസ്സായിരിക്കും, സാരിക്ക്, ടോപ്പിന്, ഇതൊക്കെ നല്ലതായിരിക്കും. റണ്ണിങ് മെറ്റീരിയൽ ടാസിൽസൊക്കെ വെച്ചാൽ സാരിക്കൊക്കെ നല്ലതല്ലേ. ഒറിജിനൽ കഴുകിയിട്ട് കളർ പോയെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കാര്യമില്ല. ഒറിജിനലാണോ എന്ന് തിരിച്ചറിയണത് കഴുകുമ്പോൾ കളർ പോകുമ്പോൾ. ഡ്യൂപ്ലിക്കേറ്റ് 60 രൂപയുടെ തുണി കഴുകിയാൽ കളർ പോകില്ല. പോളിസ്റ്റർ മിസ്സിങ് കയറും തോറും ലൈനിങ്ങിൻ്റെ പോലും കളർ പോകാത്ത നല്ല ലൈനിങ് ആയിട്ടല്ല, പോളിസ്റ്റർ മിസ്സിങ് കയറുമ്പോഴാണ്. എന്നെ പഠിപ്പിച്ചാൽ കേട്ടോ കടക്കാർ. ഒറിജിനൽ മാത്രമാണ് കഴുകുമ്പോൾ ചുരുങ്ങോളൂ, കളറും പോകുള്ളൂ. അപ്പോൾ ഇത് ഒറിജിനലാണ്, ഡ്രൈ വാഷ് ഉള്ളി. ഞാനിപ്പോൾ ആ ടൂർ പോയപ്പോൾ മേടിച്ച ചെരുപ്പ് വരെ ഡ്രൈ വാഷ്. 10,000 സ്കെച്ചേഴ്സിൻ്റെ ചെരുപ്പ് മേടിച്ചേ, അതും ഡ്രൈ വാഷ് ചെയ്യണം. എല്ലാ ഡ്രസ്സും ഡ്രൈ വാഷിനോട് കൂടി കയറ്റി വെച്ചേക്കുക. അപ്പോൾ നല്ലാണ്ട് കഴുകിയ കംപ്ലൈൻറ്റ് വരുമെന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ പറഞ്ഞു അതെല്ലാം കൊണ്ടുപോയി ഡ്രൈ വാഷ് ചെയ്യാൻ. ഷൂ വരെ എടുത്ത് വെച്ചേക്കുക ഡ്രൈ വാഷിനെ. അപ്പോൾ ഷൂ ഡ്രൈ വാഷ് ചെയ്യുമെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ദൈവമേ, അതുവരെ ഡ്രൈ വാഷ് ചെയ്ത് കിട്ടുമെന്ന്. അപ്പോൾ അടിപൊളി സംഭവമാണ്. വെറും അല്ല കേട്ടോ, 460. എനിക്കിങ്ങനെ വെറും ഞാൻ അറിയാണ്ട് പറയാം, എന്നിട്ട് അതിനെതിരെ കമൻറ്റും വരും. നല്ല കളേഴ്സല്ലേ രണ്ടും. ഫങ്ഷൻ വെയറിനൊക്കെ ടോപ്പ് പല രീതിയിലൊക്കെ തയ്ച്ച് ഫങ്ഷനൊക്കെ ഇടാം. നമ്മളിങ്ങനെ പാർട്ടി വെയർ, ഇങ്ങനെ ടോപ്പ്, ചുരിദാർ, ഇതൊക്കെ ഭയങ്കര റേറ്റ് ആവും കേട്ടോ. ഇങ്ങനെ പാർട്ടി വെയർ ഇങ്ങനെ ഇച്ചിരി 5000, 6000, 7000, 8000 ഒക്കെ ഡ്രസ്സ് റണ്ണിങ് മെറ്റീരിയലിന് വലിയ വിലയില്ല. ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടേക്കാം കേട്ടോ. ഇത് ഫുൾ എംബ്രോയ്ഡറി ആട്ടോ. നല്ല കോട്ടണിൽ, സ്ലബ് കോട്ടനാണെന്ന് തോന്നുന്നു. എൻ്റെ കനം കുറഞ്ഞ കോട്ടനാണ്, മൽക്കോട്ടണിലായിരിക്കും. മൽക്കോട്ടന എംബ്രോയ്ഡറി ഫുള്ള്. ഇത് കണ്ടോ, ഇതിൻ്റെ വീഡിയോ ഇടാം. ഇതിൻ്റെ പ്ലെയിനും ഉണ്ടല്ലേ, ഇതിൻ്റെ പ്ലെയിനും ഉണ്ട് കേട്ടോ. ബോട്ടം ഇത് 399. ഇതോ 170 പ്ലെയിനെ. 120 സോറി, ഇതിൻ്റെ പ്ലെയിന് 120. വീഡിയോ ഇട്ടേക്കാം കേട്ടോ. നല്ല രസമാണ്. ഈ ബേജ് കളറിനൊരു ഗുണമുണ്ട്. ഇത് ഇത്ര രൂപയുടെ തുണിയെന്നല്ല, ഇത് രാജകീയ കളറാണ്. ഈ തുണിക്ക് കേരളത്തിലെ നമ്മൾ ഇങ്ങനെ
ദൈവത്തിൻ്റെ സ്വന്തം നാടല്ലേ, നമ്മുടെ കളറാണ് കേരള ക്രീം എന്നല്ലേ ഇതിനെ പറയണേ. ഇതാണിപ്പോൾ എല്ലായിടത്തും ഏറ്റവും രാജീയ കളറ്. ഇത് നമ്മുടെ മൊഡാലാട്ടോ. നിങ്ങൾ ഓർക്കും ഇച്ചിരി ഗ്ലോ ഉണ്ടല്ലോ. ഈ സെറ്റ് മൊഡാൽ മേടിക്കില്ലേ നമ്മൾ 3000-ക്കൊക്കെ സെറ്റ് മൊഡാൽ, എൻ്റെയൊക്കെ ഇങ്ങനെ ചുങ്കിടി ഷോളുള്ള മൊഡാൽ, അതിൻ്റെ ടോപ്പിൻ്റെ തുണി ഇതാണ്. നമ്മൾ നേരത്തെ വിറ്റ മൊഡാൽ വേറെ, ഇത് ആ മൊഡാൽ. ഇതിന് 350. ടോപ്പും ബോട്ടവും ലൈനിങ് ഒന്നും വേണ്ട, നല്ല സുഖം. ആ മൊഡാലിൻ്റെ കുടുംബത്തിൽ തന്നെ ജനിച്ചതാണ്. 350. നല്ല ഇങ്ങനെ കനമുണ്ട്, കൂളിങ്ങും. ടോപ്പും ബോട്ടും ഇങ്ങനെ ഇട്ടാൽ നമുക്ക് ഇഷ്ടമുള്ള ഷോളൊക്കെ ഇടാം. ചില എംബ്രോയ്ഡറി ഒക്കെ അടിച്ചാൽ നല്ല ഫങ്ഷൻ വെയറിന്. ഞാൻ പറഞ്ഞില്ല, ഫങ്ഷൻ വെയറിൻ്റെ ഒരു ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ 10,000 10,000 ആകും. നമുക്കതൊരു നേർപകുതി വിലയ്ക്ക് ഇതും കൊണ്ടൊക്കെ. ഇതിൻ്റെ തന്നെ സെറ്റ് എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ചുങ്കടി ഷോളൂടെ സെറ്റ് ചെയ്താൽ ഇത്രയല്ലേ വിലയുള്ളൂ. പക്ഷെ നമ്മൾ സെറ്റായിട്ട് എടുക്കുമ്പോൾ ഇതിന് ബോട്ടൊന്നും ഈ മെറ്റീരിയലിലൂടെ അല്ല. എന്നിട്ട് പോലും 4000-3000 സംതിങ്ങിനാണ് നമ്മൾ ആ സെറ്റ് വിറ്റതും. എനിക്കുണ്ട് ഇതിൽ 2 എണ്ണം, ഒരു മെറൂണും ഡാർക്ക് ബ്രൗണും, സെയിം മെറ്റീരിയലിൻ്റെ. 350 കേട്ടോ. നല്ല കനമൊക്കെ ഉണ്ട്, നെല്ലും അടിക്കില്ല, ലൈനിങ് ഒന്നും വേണ്ട. $350. ലൈറ്റ് ഗ്രീൻ, നല്ല കളേഴ്സ് ഇതിൻ്റെ എല്ലാം. പിങ്ക്. ഇവിടെ തന്നെ മൊഡാലിൻ്റെ ഷോളുകളും ഉണ്ട് കേട്ടോ. അവരോട് ചോദിച്ചാൽ മതി കേട്ടോ, നമ്മൾ ഷോള് കാണിച്ചില്ലെന്ന്. എല്ലാം മൊഡാലിൻ്റെ ഷോള് വേണമെങ്കിൽ സെയിം കളറൊന്നും കാണില്ല, കോൺട്രാസ്റ്റ് കാണും. ഇത് ചന്തേരി മൽച്ചന്തേരിയാണ്. പക്ഷെ പണ്ട് നമ്മൾ വിറ്റ 699 മൽച്ചന്തേരി അല്ല, അതിലും കുറഞ്ഞ ക്വാളിറ്റി ആട്ടോ. അതിൽ എംബ്രോയ്ഡറി. ഇതിന് 299 ഉള്ളൂ അല്ലേ? 299. ഇത് 699 മൽച്ചന്തേരി അല്ല കേട്ടോ, ക്വാളിറ്റി വ്യത്യാസം ഉള്ളതാട്ടോ. അപ്പം ഞാനിത് എടുത്ത് എന്നാന്ന് വെച്ചാൽ, അയ്യോ അപ്പുറത്തെ കടയെ കാണിച്ചതിന് വിലക്കുറവ് അങ്ങനെ ഒന്നും തോന്നരുത് കേട്ടോ. 160. എന്നിട്ട് നമുക്ക് 200 കണ്ടല്ലായിരുന്നു പ്ലെയിനും. അതേ മോച്ചായ ദൈവത്തെ ഓർത്ത് ഈ ചുളിവ് മൽച്ചന്തേരിയുടെ സെറ്റിൽ എല്ലാത്തിലും ഈ ചുളിവുണ്ട്. ഒരു ക്രഷ്ഡ് ഇതുപോലെ ഇരിക്കുന്നത്. ഇതൊന്നും തേച്ച് നിവർത്തുമൊന്നും വേണ്ട. ഈ ചുളിവ് ഇതിൻ്റെ മൽച്ചന്തേരിയുടെ ഫാഷൻ കേട്ടോ. അപ്പോൾ വില കുറഞ്ഞപ്പോൾ ഞാൻ വില കുറഞ്ഞതും എടുത്തതാണേ. എത്രയാ? ഇത് 299, അത് 160. ഇത് 299. എൻ്റെ വേറെ കളറേ. വില കുറഞ്ഞത് വന്നാൽ പിന്നെ ഞാൻ വില കൂടിയത് എടുക്കൂല. എല്ലാത്തിൻ്റെയും അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും വില കുറഞ്ഞൂടെ വരും. ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇത് നമുക്ക് ഈ നല്ല പ്യുവർ കോട്ടൺ ആട്ടോ, നല്ല സൂപ്പർ കോട്ടൺ എന്ന് വെച്ചാൽ അടിപൊളി കോട്ടൻ്റെ ആട്ടോ. എത്ര? 150 കേട്ടോ. കോഡ് സെറ്റിനൊക്കെ സൂപ്പർ ആട്ടോ. ഇത് ഈ കുർത്ത, നമ്മൾ ബോംബെ കുർത്തയൊക്കെ തന്നെ ഭയങ്കര കനം കുറഞ്ഞ നല്ല മെറ്റീരിയൽ, അത് ഇതിലാട്ടോ. ടോപ്പും ബോട്ടോടെ എടുക്കാവേ. 150 ഉള്ളേ. നല്ല കളേഴ്സും. പണ്ടത്തെ കോട്ടൺ പ്രിൻ്റ് അല്ലാതെ കണ്ടോ, അടിപൊളി. ഇത് കണ്ടോ, ഈ സൈസ് എല്ലാം നമ്മൾ കോഡ് സെറ്റ് വീനക്കൊക്കെ വന്ന് എല്ലാം 150 കേട്ടോ. ഒട്ടും കനയില്ല എന്നുള്ളതാണ്. ടോപ്പും ബോട്ടോടെ സെയിം എടുത്താൽ മതി. എനിക്കിപ്പോൾ മിക്സ് ആൻഡ് മാച്ചിലും ഇഷ്ടം ഇങ്ങനെ ടോപ്പും ബോട്ടോടെ സെയിം. പെട്ടെന്ന് നമ്മൾ ഫാഷൻ മാറുമ്പോൾ മാറണം. വേണമെങ്കിൽ ഇത് ടോപ്പ് എടുത്തിട്ട് വൈറ്റ് ബോട്ടോ ഒക്കെ ഉള്ളവർക്ക് അങ്ങനെ ഇടാം കേട്ടോ. കോഡ് സെറ്റ് പോലെ വേണമെങ്കിൽ അങ്ങനെ തയ്ക്കാം. 150 ആട്ടോ ഇതിനെല്ലാം. ഒട്ടും കനയില്ല, പ്യുവർ കോട്ടൺ ആട്ടോ. പിന്നെ പല റേറ്റിൻ്റെ ഉണ്ട്, ഇങ്ങനെ ഇച്ചിരി വ്യത്യാസം. ഞാൻ എല്ലാം കൂടെ ഒരു വില ഇട്ടതാണ്. ഇത് ഒറിജിനൽ ഇങ്ങനെ ബനാറസിൻ്റെ ഒറിജിനൽ ഇതാട്ടോ. ഇത് ടോപ്പും ബോട്ടവും ഇട്ടുള്ള പടം ഇടാട്ടോ. ഇത് ഫങ്ഷനൊക്കെ എല്ലാവരും ടോപ്പും ബോട്ടവും കൂടെ ഒക്കെ എടുക്കണതാണ്. അതല്ല യോക്കി മാത്രം വെച്ച് താഴത്തായിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. 399. ടോപ്പും ബോട്ടോടെ ഇങ്ങനെ വെച്ചുള്ള ഒറിജിനലാണ് ഇത്. ഇങ്ങനെ ചുരിദാർ സെറ്റൊക്കെ ചെയ്യുമ്പോൾ ബനാറസിൻ്റെ സൂപ്പർ സംഭവമാണ്. ടിഷ്യൂ ബനാറസ് 399 അല്ലേ? 399. നല്ല അടിപൊളി 2 കളറാണ്. ഫങ്ഷനൊക്കെ സൂപ്പറാണ്. ഇതൊക്കെ കുറവശ്ശേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്ന് തീരും കേട്ടോ. അവൈലബിൾ ആണോ എന്ന് ചോദിക്കാണ്ട് ഇത്ര മീറ്റർ എന്നും പറയാം. ഇപ്പോൾ ഇവർ വില ഇടുവേ. കാണിക്കും.
അത് കഴിഞ്ഞിട്ട് കാണിക്കാമല്ലോ. ഇത് നമ്മൾ റിപ്പീറ്റ് ആട്ടോ. ഈ മൽക്കോട്ടനിൽ ഇങ്ങനെ എംബ്രോയ്ഡറി നമ്മളെപ്പോഴും കാണിക്കണേ 399 അല്ലേ. അതിൻ്റെ പ്ലെയിനും ഉണ്ടേ. പ്ലെയിൻ 120 അല്ലേ. പ്ലെയിൻ 120. ഇതും പെട്ടെന്ന് തീരും. ഇതിങ്ങനെ സാരിക്കായാലും ടോപ്പിനായാലും ഫ്രോക്കിനായാലും എല്ലാം എന്ത് തയ്ച്ചാലും ഭംഗിയാണ്. നമ്മളെ ഒത്തിരി വിറ്റ സാധനം, നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട സംഭവം. ഇത് മാറ്റണ്ടല്ല. ഇനി അടുത്ത അയ്യോ ഇതിൻ്റെ പേരെന്നാ വത്തിക്കാൻ. വത്തിക്കാൻ സിറ്റി അല്ല കേട്ടോ, വത്തിക്കാൻ ഏതാണ്ടാ പറഞ്ഞ. വീതി കൂടുതലുണ്ടേ. നല്ല നല്ല തുണിയാട്ടെ. ഈ റയോണിൻ്റെ കുടുംബത്തിലെ കൂടിയതാ. ഇതിനെത്ര? 199. നല്ല രസമില്ലേ കളർ കാണാൻ. ടോപ്പും ബോട്ടോടെ എടുത്തോ. 5 മീറ്റർ എടുക്കേണ്ട അടുത്ത് 3.5 മീറ്റർ 4 മീറ്റർ ഒക്കെ എടുത്താൽ മതി. 58 ഇഞ്ച് വീതി. ഇത് മൽക്കോട്ടനിൽ എംബ്രോയ്ഡറി കേട്ടോ. നല്ല രസം, ഭയങ്കര നൈസ് കുഞ്ഞ് എംബ്രോയ്ഡറി. പ്ലെയിൻ ഇത് 299, പ്ലെയിൻ 170. 290, 170. നല്ല രസമല്ലേ? ആ, ഇടാൻ ഭയങ്കര സുഖം. കുർത്ത എന്തോരം ഇങ്ങനത്തെ നമ്മുടെ ഇതൊക്കെ ഭയങ്കര നല്ല വിലയും വരും നമുക്കിങ്ങനെ സെറ്റായിട്ട് വരുമ്പേ. ഇത് നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഇവിടെയൊക്കെ ഫ്രില്ലൊക്കെയുള്ള അടിപൊളി പാറ്റേൺ. ഇൻസ്റ്റ നോക്കിയാൽ മതിയല്ലോ, എന്തോരം പാറ്റേൺ വേണേലും കിട്ടുമല്ലോ. നിങ്ങൾക്ക് നമുക്കെടുത്ത് തയ്ക്കുകയാണെങ്കിൽ തയ്യലറിയാവുന്നവർക്കൂടെയെങ്കിൽ പറയണ്ട, ഇത്തിരി വില കുറച്ച് കിട്ടും. അതിൻ്റെ അടിപൊളി 2 കളേഴ്സ് കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് തീരൂട്ടോ. അതേ കുഞ്ഞ് ഡിസൈൻ, നല്ല അടിപൊളി. ഇങ്ങോട്ട് നോക്കാം, എന്ത് രസമാണെന്ന് നോക്കി. അടിപൊളിയാട്ടോ. ഇത് ഈ ബിസ്ക്കറ്റിൻ്റെ കളറ്, നല്ലൊരു കളറല്ലേ ബിസ്ക്കറ്റ് കളർ. ഇത് നമ്മൾ റിപ്പീറ്റ് ആട്ടോ. ഇതിൻ്റെ ഇതുവരെ ഞാൻ ചുരിദാറിന് കഴിഞ്ഞ തവണ എനിക്ക് കഷ്ണം നോക്കിയിട്ട് കിട്ടിയില്ല. ഈ തവണയെങ്കിലും എടുക്കണം. എനിക്കൊരു ക്രീം ചുരിദാറില്ല, നല്ലതല്ലേ കോട്ടയിൽ ടോപ്പ്. ഇത് 260. ഇത് ഷോള് 299. ബോട്ടം 120. ഇത് ഞാൻ തയ്ച്ചിട്ടിട്ട് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടിരുന്നു. ഒരു 3 സെറ്റിൻ്റെ ഏതാണ്ട് താഴെ ഇരിപ്പുണ്ട്. ഇതുവരെ തയ്ച്ചു തന്നിട്ടില്ല. അപ്പോൾ തിരക്കല്ലേ തയ്യലിനൊക്കെ. അപ്പോൾ ഞങ്ങളോടൊന്ന് തയ്ച്ചു തരാം. ഞാനിത് മറന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് മറന്നു ഇവിടെ പോയി. മുറിച്ച് കൊടുത്താലല്ലേ അവർ തയ്ക്കുള്ളൂ. വേറെ 2 സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൊടുത്തില്ല. ഇതിൻ്റെ ആണെങ്കിൽ തയ്ച്ചിട്ടിട്ടൊരു വീഡിയോ ഭയങ്കര രസമായിരിക്കില്ലേ. ഒന്നാമത് ക്രീം ഇടുമ്പോൾ തന്നെ മുഖത്തിനൊരു കേരള സാരി എനിക്ക് ഭയങ്കര ചേരുമെന്ന് എല്ലാവരും പറയാറുണ്ട്. മുഖത്തിനൊരു വെളിച്ചം വന്നില്ലേ ഇപ്പം. ഇതിട്ട് ചെയ്യാട്ടോ. അപ്പോൾ കുറേ കൂടെ തുണിയും കൂടെ കാണിക്കാം. അടുത്ത ദിവസം തന്നെ ഇത് തയ്ച്ച് ഞാൻ ഇട്ടിട്ട് കാണിക്കാം. ഇത് നോക്കട്ടോ. ഇതേ കട്ട് വർക്കിൻ്റെ അടിപൊളി കട്ട് വർക്കിൻ്റെ പക്കോബ. ഇത് നല്ല കോട്ടൺ തുണിയിൽ ഫുള്ള് നല്ല സൂപ്പർ. നമ്മൾ ആദ്യമായിട്ടാട്ടോ ഇത് കാണിക്കണേ. നോക്കിക്കേ, അടിപൊളി കട്ട് വർക്ക്. വില കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടാൻ പോണേ കേട്ടോ. 150 രൂപയുള്ളൂ. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. അതേ ഇങ്ങോട്ട് നോക്കാം. കട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രാൻഡ് കട്ട് വർക്ക്, നല്ല പേസ്റ്റ് കളേഴ്സ്. 150 രൂപ ഇപ്പം തന്നെ തീരും. ഇങ്ങോട്ട് നോക്കാം. ഇത് ഫുൾക്കാരിയല്ല കേട്ടോ, കോട്ടണിൽ. സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലും 150 രൂപയുള്ളൂ. ഇത്രയും വലിയ കട്ട് വർക്കിന്. ഈ വില കാരണം ഞാൻ അതിൻ്റെ ഒത്തിരി കളേഴ്സ് എടുത്തിട്ടുണ്ട്. കിട്ടി ഇപ്പം ഇരിക്കട്ടെ എന്ന് ഓർത്തു. എന്ത് ഭംഗിയാന്ന് നോക്കി. ഫ്രോക്കിന്, ടോപ്പിന്, സാരി, ബ്ലൗസ് എല്ലാത്തിനും. സാരിക്കും ഒക്കെ നല്ലതല്ലേ. റണ്ണിങ് ആയിട്ട് ഇങ്ങനെ നോക്കി. 150 ഉള്ളൂ എന്ന് ഓർക്കണേ. കുറേ കഴിയുമ്പോൾ നമുക്ക് ചുരിദാർ അടിക്കാം, അങ്ങനെ അടിക്കാം. ബ്ലാക്ക് അതിൻ്റെ ആ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ കേട്ടോ. അത് ഇങ്ങനെ കണ്ടോ, ഇങ്ങനത്തെ കോട്ടൺ മെറ്റീരിയലിലാട്ടോ. കനയില്ലാത്ത ആ കോട്ടൺ ഇല്ലേ, മൽക്കോട്ടൺ പോലെ, അങ്ങനത്തെ മെറ്റീരിയലിലാണ് ഇത് വന്നേക്കണേ. ഇത് കുറേ കളേഴ്സ് ഉണ്ട്, എല്ലാം വെറൈറ്റി കളേഴ്സ്. അതേ കണ്ടോ, അടിപൊളി കളേഴ്സ്. ടീൽ ബ്ലൂ,
ലൈലാക്കിൻ്റെ വൈറ്റ്. ഇത് ഇതിൻ്റെ തന്നെയല്ലേ? നമുക്കല്ലാത്ത വേറെ മെറ്റീരിയലുള്ളതിന് 250. ഇത് 150. ഇത് കണ്ടോ, സിൽക്കി കോട്ടയിൽ നല്ല പ്രിൻ്റുള്ള നല്ല ഇത് 99 അല്ലേ? ഇന്നാട്ടോ ഇതിൻ്റെ വിലയിട്ടത്, കാരണം എനിക്ക് നല്ല ഓർമ്മ. ഇപ്പോൾ വിലയിട്ട് കയറ്റിയുള്ളൂ 99 രൂപയുള്ളൂ. സാരിക്ക് നല്ലതാ, കുർത്തയ്ക്ക് നല്ലതാ. ഇതൊന്നും ഇങ്ങനെ ഡിമ്മാവൂല, നല്ല രസമുള്ള സംഭവം. 99 രൂപയുള്ളൂ. നല്ല കളേഴ്സ് ചാർട്ടുകളല്ലേ? 99. ഇത് കണ്ടോ, ഈ ബേജ് കളർ ഫുൾക്കാരി ഇപ്പോൾ കിട്ടാനില്ല കേട്ടോ. 150. ഫുൾക്കാരിയെ ഇപ്പോൾ കിട്ടാനില്ല, സ്ലബ് കോട്ടൺ കിട്ടാനില്ല, സ്ലബ് സിൽക്കില്ലേ? 150. ഇതിൻ്റെ ഡിസൈൻ വ്യത്യാസം. സാരിക്കൊക്കെ ഭയങ്കര നല്ലതല്ലേ? ഇനി നമ്മുടെ കോട്ട വന്നിട്ടുണ്ട് കേട്ടോ, കുറേ കളേഴ്സ്. 60 രൂപയുടെ. ബ്ലൗസൊന്നും സെറ്റ് ചെയ്തില്ല. ബ്ലൗസൊന്നും സെറ്റ് ചെയ്തില്ലോ. ഏതെങ്കിലും പ്രിൻ്റഡ് നിങ്ങൾ ചോദിച്ചാൽ മതി. അവരങ്ങനെ ഇപ്പോൾ വാട്സപ്പ് കോൾ വിളിക്കണം കേട്ടോ. വിളിക്കുമ്പോൾ എല്ലാവരും പറയും മെസ്സേജ് ചെയ്തിട്ട് മറുപടി ഇല്ലോ, ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. ഫോൺ വിളിക്കുന്നത് വാട്സപ്പ് കോൾ വിളിച്ചിട്ടാണ്. വാട്സപ്പ് കോൾ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. 9447575564. 4 പേരിരിക്കുന്നുണ്ട്. അവർ മെസ്സേജിന് മറുപടി പറഞ്ഞില്ലേ എന്നോട് പറഞ്ഞു. ബ്ലാക്ക് ക്രീം, ഓഫ് വൈറ്റ്, ലൈലാക്ക്, അടിപൊളി കളറ്, ഒനിയൻ കളറ്, ലൈറ്റ് ഒരു ഒനിയൻ പിങ്ക്, എല്ലാം കാണിച്ചോ? വേണ്ടത് കിട്ടിയില്ലേ? അടുത്ത ആഴ്ച റണ്ണിങ് കാണിക്കാം. പിന്നെ എന്നതാ, അപ്പോൾ എല്ലാവരും നമ്മൾ ഇന്ത്യയിൽ പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ. സമാധാനം, യുദ്ധമൊക്കെ പെട്ടെന്ന് മാറിപ്പോട്ടെ. നമുക്ക് ചുമ്മാ വെടിവെച്ചിരുന്ന് നമ്മുടെ കാശ് തീർക്കണ്ടല്ലോ. നമുക്ക് റോഡ് വികസനം ഒത്തിരി ഉണ്ട്. ആരും മരിക്കാണ്ടിരിക്കട്ടെ. പ്രാർത്ഥനയിൽ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ. ഞാൻ ഓർക്കോട്ടെ, ഞാൻ കാശ്മീർ പോയത് ഇത് യുദ്ധം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ പോയി കണ്ടിട്ട് വന്ന സൗന്ദര്യമുള്ള രാജ്യമൊക്കെ യുദ്ധത്തിൽ ഇനി ആർക്കും കാണാൻ പറ്റാണ്ട് വരിക. അവിടെയുള്ള പാവം മനുഷ്യർ, അവരോട് ഭയങ്കര സ്നേഹവും, അവരുടെ ആ സ്നേഹം നമുക്ക് ആ മനോഹര കാഴ്ചയും അവരുടെ ആ നല്ല പെരുമാറ്റവും നമ്മുടെ മനസ്സിൽ നിന്ന് മാറണില്ല. അറിയാണ്ട് നമ്മൾ എന്നും പ്രാർത്ഥിക്കും. എനിക്ക് ആ യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമമാണ്. അപ്പോൾ നമുക്ക് യുദ്ധം എന്നൊക്കെ പറയാൻ നമുക്ക് രസമാണ്. അതേ ഏതാണ്ട് ഈ ക്രിക്കറ്റ് കളിക്കാരുടെ മാച്ചിങ് പോലെ ഇങ്ങനെ ന്യൂസിലൊക്കെ അവിടെ പൊട്ടിച്ചു ഇവിടെ പൊട്ടിച്ചു. നമ്മളൊന്ന് ഓർത്ത് നോക്കി. അപ്പം നമുക്ക് എതിരൊന്നും അവരാരും ചിന്തിക്കാണ്ടിരിക്കട്ടെ. ദുഷ്ടൻ്റെ നോട്ടം നമ്മളിലേക്കൊന്നും വരാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കുക. പെട്ടെന്ന് യുദ്ധമൊക്കെ മാറട്ടെ, സമാധാനം ലോകത്ത് വാഴട്ടെ. അതിനു വേണ്ടി നമ്മുടെ ഉത്തരവാദിത്തം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ശേഷം ഒരു കാര്യമോട് ചോദിക്കട്ടെ. ഞാൻ ഈ വചനം ആദ്യമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് എൻ്റെ ഇങ്ങനെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു അത് അവസാനം ഇടാവുമെന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ്, തുണി എടുക്കണത് ദൈവമല്ലേ എനിക്കിതെല്ലാം തന്നേക്കണേ, എങ്ങനെയൊരു ചിന്ത. നിങ്ങളുടെ അഭിപ്രായം എന്നാ? ഇത് ക്രിസ്ത്യാനിയുടെ ദൈവത്തിൻ്റെ കാര്യമല്ല. സത്യമായിട്ടും ക്രിസ്ത്യാനിയുടെ ദൈവമല്ല കേട്ടോ യേശു. അങ്ങനെ യേശുവിനെ അപമാനിക്കരുത്. ലോകത്തിൻ്റെ ചരിത്ര പുരുഷനാണ്. ജാതികളിലേക്ക് യേശു വന്നു എന്ന് പറഞ്ഞത്. സ്വന്തം ജാതി യേശുവിനെ ഉപേക്ഷിച്ചപ്പോൾ ജാതികളിലേക്ക്. അപ്പോൾ അതിന് ക്രിസ്ത്യാനി ഒരു ജാതിയിലേക്കല്ല, ജാതികളിലേക്ക്, എല്ലാത്തിലേക്കും, സർവ്വ ലോകത്തിനുമായി യേശു അമ്പരാൻ വന്നേക്കണേ. ആ യേശുവിൻ്റെ കാര്യമാട്ടോ ഞാൻ പറയണത്. അത് നമ്മൾ കേൾക്കുന്നവൻ യേശുവിനെയും കൊണ്ട് ജീവിക്കാൻ പഠിച്ചാൽ അവൻ ലോകത്തിൽ ഉന്നതനും ക്രിസ്തു യേശുവിൽ പ്രശസ്തനുമാകും. അത് കേൾക്കാനും അത് സ്വീകരിക്കുവാനുമുള്ള ഭാഗ്യം ദൈവം നമുക്ക് തരട്ടെ. അപ്പോൾ എല്ലാവരെയും യേശു അമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.